ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CSSD ഫങ്ഷണൽ ഏരിയാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലെ? അവര് വരില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ലാസ്റ്റ് പറഞ്ഞത് അല്ലെ? ഫങ്ഷണൽ ഏരിയാസ്. അപ്പൊ CSSD എത്ര 6 ഫങ്ഷണൽ ഏരിയാസ്. ഏതൊക്കെയാന്ന് നമ്മൾ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ഫങ്ഷണൽ ഏരിയാസ് 6 ഫങ്ഷണൽ ഏരിയ ഉണ്ട്. റിസീവിംഗ് ഏരിയ, second one cleaning area, next packing area, next sterilizing area, next storage area, last distribution area. There are 6 functional areas at CSSD: receiving area, cleaning area, packing area, sterilizing area, storage area, distribution area. അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിനകത്ത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ, ഓക്കെ. ഐറ്റംസ് used from several departments of the hospitals are transferred to CSSD for cleaning and sterilization. ഐറ്റംസ്, മെറ്റീരിയൽസുകൾ, അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ അത് പല ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഐറ്റംസ് ഈ ഹോസ്പിറ്റലിലെ CSSDയിലേക്ക് വരും, ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. അപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഈ ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത് CSSDയിലേക്ക് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടി ട്രാൻസ്ഫർ ചെയ്യും. പ്രിഫറബിളി ദ ഐറ്റംസ് which get stained with the blood or body fluid should be contaminated with the sodium hypochlorite solutions in the user department itself before sending to CSSD. നോക്കിയേ, preferably എന്ന് വെച്ചാൽ അനുയോജ്യമായ the items which get stained with the blood or body fluid. അപ്പൊ നമ്മളത് ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിലൊക്കെ അതിനകത്ത് എന്താ വെച്ചാൽ ബ്ലഡിന്റെ അംശങ്ങള്, അത് ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാവുക അതിനകത്ത്. അത് എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യും, അണുവിമുക്തമാക്കും ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ ഉപയോഗിക്കുന്നത്, ആ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരെന്ത് ചെയ്യുന്നു? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് അണുവിമുക്തമാക്കും. ഓക്കെ, ഇറ്റ്സെൽഫ് ബിഫോർ സെൻഡിങ് ടു CSSD. എപ്പോഴത് ചെയ്യുന്ന? CSSDയിലേക്ക് അയക്കുന്നതിന് മുന്നേ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഉപയോഗിച്ച യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഐറ്റംസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റിന് അവര് തന്നെ എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അതിനുശേഷമാണ് CSSDയിൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. The accepting area of CSSD should have entry to outside through a window with a counter. അത് റിസീവ് ചെയ്യുന്ന ഏരിയ, ഈ CSSDയില് ആ ഐറ്റംസുകൾ റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഹാവ് എൻട്രി ടു ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള വിൻഡോ, ഒരു വിൻഡോ വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഒരു പുറത്തേക്ക് തുറക്കുന്ന, പുറത്തേക്ക് ഇതുള്ള ഒരു വിൻഡോ, ആ വിൻഡോയിൽ കൂടിയാണ് ഈ ഐറ്റംസ് റിസീവ് ചെയ്യുന്നത്. There should have an entry to outside. പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള വിൻഡോ, ആ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് ഒരു എന്തുണ്ട്? ഒരു എൻട്രി ഉണ്ട്. അപ്പൊ ആ ഒരു വിൻഡോയിൽ കൂടെയാണ് ഈ ഈ ഐറ്റംസുകൾ, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഐറ്റംസ് റിസീവ് ചെയ്യുന്നത്. The items should be counted and received. അവിടെ എന്ത് ചെയ്യും അവര്? ഐറ്റം കൗണ്ടേഡ്. അപ്പൊ എത്ര ഐറ്റം ഉണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറെ ഐറ്റംസ് കൊണ്ടുവരുമല്ലോ. അപ്പൊ ആ ഐറ്റംസ് അവര് കൗണ്ട് ചെയ്യും, എത്ര എണ്ണം ഉണ്ടെന്നത് അവര് കൗണ്ട് ചെയ്യും. എന്നിട്ട് ആൻഡ് റിസീവ്ഡ്,
കൗണ്ട് ചെയ്തിട്ട് റിസീവ് ചെയ്യും. തിരിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അവരൊന്ന് കൗണ്ട് ചെയ്യും, എന്നിട്ട് റിസീവ് ചെയ്യും. Then subsequently the instruments are examined and unsharpened instruments are sorted out or disposed of. അന്ന് പിന്നീട് എന്താ ചെയ്യുന്നത്? The instruments are examined. examine ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. examined. Subsequently the instruments are examined and unsharpened instruments. unsharpened എന്ന് പറഞ്ഞാൽ ബ്ലണ്ട് ആയിട്ടുള്ളതോ വളഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തത്, വളഞ്ഞു പോയതോ ഒടിഞ്ഞു പോയതോ അങ്ങനെയൊക്കെ ഉള്ളത്, മൂർച്ചയില്ലാത്തതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ആർ സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അത് ഉപേക്ഷിക്കും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, അവരവിടെ ആ എടുത്ത ഐറ്റംസുകൾ ഒന്ന് എക്സാമിൻ ചെയ്യും. അതിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത്, അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത്, ബ്ലെൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്തു? സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, അത് ഉപേക്ഷിക്കും. Necessary entries of the accepted items are made in the records. എന്നിട്ട് ഇനി ബാക്കി അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്ന ഐറ്റംസുകൾ അതെന്ത് ചെയ്യുന്നു? അത് റെക്കോർഡ് ആക്കി വെക്കുന്നു. ഇത്ര ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാനുണ്ട് എന്നുള്ളത്, ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് റെക്കോർഡ്സ് ആക്കി വെക്കും. Afterwards the items are transferred to cleaning area. അത്രയും കാര്യങ്ങൾ ആ റിസീവിംഗ് ഏരിയയിൽ ചെയ്യുന്നതാണ്. അതിനുശേഷം the items are transferred to cleaning area. എന്നിട്ട് ഈ ഐറ്റംസുകൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നു. ക്ലീനിങ് ഏരിയ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മള് ഇതിനകത്ത് ചോദിക്കാം, ആഫ്റ്റർ ദ ഐറ്റംസ് ആർ റിസീവ് ദെൻ ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ. റിസീവ് ചെയ്ത ഐറ്റംസ് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലേക്കാണ്? ക്ലീനിങ് ഏരിയ. നെക്സ്റ്റ് അവർ കൊടുക്കുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് റിസീവിംഗ് ഏരിയയിൽ നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഐറ്റംസ് ഈ CSSDയിലേക്ക് ക്ലീനിങ്ങും സ്റ്റെറിലൈസേഷനും വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ എന്ത് ചെയ്യും? അവിടെ ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ ഐറ്റംസിലുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് സോഡിയം ഹൈപ്പോ ക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അവരത് CSSDയിലേക്ക് അയക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒരു എൻട്രി, ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ആണ്. അത് പുറത്തേക്ക് എന്തുണ്ട്? ഒരു എൻട്രി ഉള്ള ഒരു വിൻഡോയാണ്. ആ ഒരു വിൻഡോയിൽ കൂടിയാണ് എന്താ ഐറ്റംസ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് എത്ര ഐറ്റംസ് റിസീവ് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്യും. അത് കൗണ്ട് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യും. കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്, കൗണ്ട് ചെയ്യും, റിസീവ് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നത്? സബ്സിക്വന്റ്ലി ദ ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻഡ്. അതിനുശേഷം ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് പരിശോധിക്കും, എല്ലാം നല്ലതാണോ എന്നുള്ളത് നോക്കി അതിൽ നിന്ന് അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത, ബ്ലൻഡ് ആയിട്ടുള്ളത്, ഒടിഞ്ഞു പോയിട്ടുള്ള, അങ്ങനെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് അവരെന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്ത് കളയുന്നു. സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, അത് ഉപേക്ഷിക്കും. ബാക്കിയുള്ളത് ഐറ്റംസ് റെക്കോർഡ് ആക്കി വെക്കും. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു ക്ലീനിങ് ഏരിയ. ഇത്രയും കാര്യങ്ങൾ റിസീവിംഗ് ഏരിയയിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് തമ്പ് ചെയ്യോ ആരെങ്കിലും? ഓക്കെ ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്, അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ മെറ്റീരിയൽസ് ഐറ്റംസ് ഒക്കെ പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ഓക്കെ, ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machine. അപ്പൊ ഇവിടെ ക്ലീനിങ് ഏരിയയിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് ഐദർ മാനുവലി. മാനുവലി എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ, സ്വമേധയാ കൈ കൊണ്ട് തന്നെ വെള്ളം ടാപ്പ് ഓണാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ മാനുവലി ക്ലീൻ ചെയ്യും. ഓർ ബൈ യൂസിങ് മെഷീൻ, അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം.
മിഷോന് ഉപയോഗിച്ചിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യും. ഫോർ മാനുവൽ വാഷിംഗ്, ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇതാണെങ്കിൽ മാനുവൽ വാഷിംഗ് ആണെങ്കിലോ വിത്ത് വാട്ടർ സപ്ലൈ, ഡിറ്റർജന്റ് ആൻഡ് ബ്രഷസ് ഫോർ മെനി സൈസസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ഏരിയ. നോക്കിയേ, ഇനി മാനുവൽ വാഷിംഗ് ആണെങ്കിലോ നമ്മൾ എന്തൊക്കെ വേണം? അതിന് സഫിഷ്യന്റ് വാട്ടർ സപ്ലൈ വേണം, അത് കഴിവേണ്ട ഡിറ്റർജൻസുകൾ വേണം, ആൻഡ് ബ്രഷസ് പല ഷേപ്പിലും സൈസിലുള്ള ബ്രഷസ് ഒക്കെ അത് വാഷ് ചെയ്യാൻ വേണം. അതിന്റെ ഉള്ളിലേക്കൊക്കെ കടക്കാൻ പാകത്തിന് വലിയ ബ്രഷും അതുപോലെ തന്നെ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ, അതിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രഷൊക്കെ, അങ്ങനെ പല സൈസിലും പല ഷേപ്പിലുള്ള ബ്രഷസുകളും പിന്നെ അതുപോലെ തന്നെ ഡിറ്റർജൻസുകളും ആവശ്യത്തിനുള്ള വാട്ടർ സപ്ലൈ ഒക്കെ ഫോർ മാനുവൽ വാഷിങ്ങിന് വേണം. ഇനി നോക്കിയേ, നെക്സ്റ്റ് ultrasonic washer is a machine which is used for cleaning surgical tool. Underline ചെയ്തിടണം, ultrasonic washer. Ultrasonic washer is a machine which is used for cleaning surgical tool. അപ്പോൾ സർജിക്കൽ ടൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? അൾട്രാസോണിക് വാഷർ. അൾട്രാസോണിക് വാഷർ. ഓക്കെ, ultrasonic washer is a machine which is used for cleaning surgical tools. And then it turns high frequently. ഇനി ഇതിനെങ്ങനെയാ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കണേ. ഈ അൾട്രാസോണിക് വാഷർ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഇൻടു മെക്കാനിക്കൽ വൈബ്രേഷൻ. ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവുകളെ എന്താക്കുന്നു? വൈബ്രേഷൻസ് ആക്കി മാറ്റും. മെക്കാനിക്കൽ വൈബ്രേഷൻസ് ദാറ്റ് മേക്ക് ദ സ്മോൾ ബബിൾസ്. അപ്പൊ വൈബ്രേഷന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ചെറിയ ചെറിയ ബബിളുകള്, കുമിളകള്, ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. ദാറ്റ് ബേസ്റ്റ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ് ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ആ കുമിളകൾ ചെന്നിട്ട് എന്ത് പറ്റും? ആ എക്യുപ്മെന്റ്സിലേക്ക്, ആ ഐറ്റത്തിലേക്ക് വന്നിട്ട് അതിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന കുമിളകൾ വന്ന് അടിക്കും, അല്ലെ, തട്ടും. ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ് ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. എന്നിട്ട് ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, അപ്പൊ ടൂൾസ് വാഷ് ചെയ്തതിന് ശേഷം ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ. അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാനുവലി നമുക്ക് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ അൾട്രാസോണിക് വാഷർ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, വാഷ് ചെയ്തതിന് ശേഷം ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്യുന്നു. ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. എന്നിട്ട് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? പാക്കിംഗ് ഏരിയയിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പൊ ലാസ്റ്റ് നോക്കി അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട്, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് പോകുന്നത്, ഈ ഐറ്റംസ് പോകുന്നത് ഏരിയ എന്ന് പറഞ്ഞ പാക്കിംഗ് ഏരിയയിലേക്കാണ്. ഓക്കെ, പാക്കിംഗ് ഏരിയ. നമ്മൾ ക്ലീനിങ് ഏരിയ പറഞ്ഞത്. അപ്പൊ ക്ലീനിങ് ഏരിയയിലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നു. അത് ഒന്നില്ലെങ്കിൽ മാനുവലി വാഷ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാം. മാനുവൽ വാഷിങ്ങിനാണെങ്കിലോ സഫിഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈയും ഡിറ്റർജന്റും പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവൽ വാഷിംഗ് ചെയ്യാം. ഇനി മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, അപ്പൊ ഈ മെഷീൻ എന്ന് പറയുന്നത് അൾട്രാസോണിക് വാഷർ ആണ്. ക്ലീനിങ് സർജിക്കൽ ടൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ്. അപ്പൊ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റും. അപ്പൊ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ചെറിയ ചെറിയ ബബിൾസുകൾ, സ്മോൾ ബബിൾസ് ഉണ്ടാവുന്നു. ആ ബബിൾസുകൾ എന്ത് ചെയ്യുന്നു? ആ ഐറ്റത്തിന്റെ സർഫസിലേക്ക് വന്ന് ഇങ്ങനെ തട്ടുന്നു. അപ്പൊ അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ടൂൾസ് വാഷ് ചെയ്തിട്ട് ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഐറ്റംസ് പോകുന്നത് പാക്കിംഗ് ഏരിയയിലേക്കാണ്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഷിയാസിന് ക്ലിയർ ആയില്ലേ? ക്ലീനിങ് ഏരിയയിൽ എന്താ നമ്മള്
ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യുന്നു. അത് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ മാനുവലി ആന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. മാനുവൽ വാഷിങ്ങിനാണെങ്കിലോ സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, ഡിറ്റർജന്റ്, ഓക്കെ, സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, ഡിറ്റർജന്റ്, ബ്രഷ്, പല സൈസിലും ഷേപ്പിലുള്ള ഈ ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാനുവൽ വാഷിംഗ് ചെയ്യാം. ഇനി നമ്മൾ ഈ സർജിക്കൽ ടൂൾസുകളൊക്കെ അല്ലെങ്കിൽ ഐറ്റംസ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത്. അതിന്റെ പേര് മാത്രം നോക്കിയാൽ മതി. ഇൻ വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ, അതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. അൾട്രാസോണിക് വാഷർ. അൾട്രാസോണിക് വാഷർ മെഷീനാണ് സർജിക്കൽ ടൂൾസുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവിടെ എന്താ, ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവുകളെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുന്നു. ആ വൈബ്രേഷൻ ആകുമ്പോൾ അവിടെ എന്താ, സ്മോൾ ബബിൾസുകൾ ഉണ്ടാവുന്നു. ആ ബബിൾസ് ചെന്നിട്ട് ആ ഐറ്റത്തിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഐറ്റംസ് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു. ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റംസ് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ ഷിയാസ്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പാക്കിംഗ് ഏരിയ ആണ്. പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ നോക്കിയേ. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ക്ലീൻ ആക്കിയത് ഡ്രൈ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, പാക്ക് ചെയ്യും ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ ആ ഐറ്റംസ് എന്ത് ചെയ്യും, പാക്ക് ചെയ്യും. ഓക്കെ, ആ ക്ലീൻ ആക്കിയ ഡ്രൈ ചെയ്തിട്ടുള്ള ആ ഐറ്റംസുകള് സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് മുന്നേ പാക്ക് ചെയ്യും. സോ ദാറ്റ് they are not tainted. Tainted എന്ന് പറഞ്ഞു contaminated while handling after they are sterilized. അപ്പൊ എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? so that they are not tainted. അത് പിന്നെ tainted or contaminated, മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. while handling after they are sterilized. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇൻസ്ട്രുമെന്റ്സ് പിന്നെ നമ്മുടെ കൈ കൊണ്ട് എടുത്ത് നമ്മൾ അത് പാക്ക് ചെയ്യുമ്പോൾ വീണ്ടും എന്താവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കൈകളിൽ നിന്നൊക്കെ ആണെങ്കിലും വീണ്ടും അത് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യുന്നത്, പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഡയറക്റ്റ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സിൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് ഡയറക്റ്റ് പിടിക്കണ്ടല്ലോ. ആ പാക്ക് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. They are not tainted while handling after they are sterilized. സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി കണ്ടാമിനേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം പാക്ക് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷന് മുന്നേ പാക്ക് ചെയ്യുന്നത്. Most of the items are packed in, അത് ഒറ്റ സെന്റൻസ് തന്നെയാണ് കേട്ടോ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേസ് which are covered with a double layer of cotton cloths. Paper envelopes are also available. Okay, അപ്പൊ ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നോക്കിയേ. പാക്ഡ് ഇൻ ട്രേസ്, പാക്ക് ചെയ്ത് ട്രേയിലേക്ക് വയ്ക്കുന്നത്. items are packed in trays which are covered. എന്ന് വെച്ചിട്ട് കവർ ചെയ്യുന്ന ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പ്, കവറുകൾ, പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. അതെങ്ങനെയാന്ന് നോക്കിയേ. എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള ഈ പേപ്പർ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ചീത്തയാവരുതല്ലോ. അപ്പൊ അതേ രീതിയിലുള്ള നല്ല ഗുണമുള്ളത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ബട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ടൈപ്പ് പേപ്പർ എൻവലപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. അവിടെ നോക്കിയേ, അവിടെ നമ്മൾ അതിനകത്ത് ബ്രാക്കറ്റിൽ തന്നെ വീണ്ടും കിടക്കുന്നുണ്ട് സീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ്. അപ്പൊ അവിടെ സീലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു സെന്റൻസ് ആണ് അത്, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ETO സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്ന ETO എന്ന് വെച്ചാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അത് ഈ താഴെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ
താഴെ ഡീറ്റെയിൽ പറയാം. പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ETO സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ ETO വഴിയാണ് അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. നമ്മൾ കത്തീറ്റർ അല്ലെങ്കിൽ ട്യൂബുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റീം വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയായി പോണ ഐറ്റംസുകളൊക്കെ കെമിക്കൽ ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ETO സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, സ്റ്റീം ഒന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യാം. നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് ഒക്കെ ഏതാണോ അവൈലബിൾ അത് വെച്ചിട്ട് കവർ ചെയ്യാം. The packs are labeled which indicate the date of sterilization and the expiry date. Okay, the packs are labeled. And pack എന്ത് ലേബൽ ചെയ്യും, which indicate the date of sterilization. ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്, ആൻഡ് എക്സ്പയറി ഡേറ്റ്, അത് എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ കാലഹരണപ്പെടുന്ന ആ തീയതി, അതാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത്ര നാൾ ഉപയോഗിക്കാം, ആ ഡേറ്റ് വരെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട വരും. അപ്പൊ അതുകൊണ്ട് അതിന്റെ എത്ര നാളത്തേക്ക് അത് നിലനിൽക്കും എന്നുള്ളത് നോക്കി അതിന്റെ എക്സ്പയറി ഡേറ്റും സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റും അവിടെ ലേബൽ ചെയ്യും. After packing and sealing, the instruments are transferred for sterilization. പാക്കിങ്ങും സീലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് പോകുന്നത് എന്താണ്, സ്റ്റെറിലൈസേഷൻ ചെയ്യാനാണ്. ഈ സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. എങ്ങോട്ടാ പോകുന്നത്? പാക്കിങ്ങും സീലിംഗും ഒക്കെ കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ 3 ഏരിയ നമ്മൾ പറഞ്ഞത്. പാക്കിംഗ് ഏരിയ ക്ലിയർ ആയോ എന്ന് നോക്കിയേ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? പാക്കിംഗ് ഏരിയ 3ാമത്തെ ക്ലിയർ ആയോ? ഓക്കെ 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 അപ്പൊ നമ്മൾ പറഞ്ഞത് 3 ഏരിയ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞത് കേട്ടോ. അടുത്ത സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. അതിന് മുന്നേ ഇപ്പൊ ഇത് 3 ഏരിയ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ബാങ്കില് ക്വസ്റ്റ്യൻസ് എഴുതാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് ടൈം കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ 3 ഏരിയ പറഞ്ഞത് റിസീവിംഗ് ഏരിയ പറഞ്ഞു, ക്ലീനിങ് ഏരിയ പറഞ്ഞു, 3ാമത്തെ പാക്കിംഗ് ഏരിയ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതാം. ഒന്നുകൂടി പറയണോ? മഴയായിട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഏതാ പാക്കിംഗ് ഏരിയ ആണോ? പാക്കിംഗ് ഏരിയ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ആ ക്ലീൻഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യും. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യും. അതെന്തിനാണ് നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പാക്ക് ചെയ്തിട്ട് അതിൽ പിടിച്ചാൽ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീണ്ടും നമ്മുടെ കൈ കൊണ്ടൊക്കെ നേരെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ നമ്മള് എങ്ങനെയാണ് ഇത് അത് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ്, പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. ഏതാണോ അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് അത് കവർ ചെയ്യുന്നത്. അതെങ്ങനെ എഫക്റ്റീവ്, കോസ്റ്റ്ലി, വിലയുള്ളതും നല്ല ഫലപ്രദമായിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റീം വരുമ്പോൾ ചീത്തയായി പോകും അല്ലെ, അത് ചീത്തയായി പോകാതിരിക്കാത്ത രീതിയിലുള്ള നല്ല ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പോ ഒക്കെ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അത് ഇനി നമ്മൾ ഈ ETO സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അത് സ്റ്റീം വഴിയല്ല. ETO എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഗ്യാസ് വഴിയാണ് അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യാം.
പിന്നെ അതിന്റെ ഒപ്പം തന്നെ സീലിംഗ് മെഷീൻ, സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സീലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്നിട്ട് പാക്കുകൾ എന്ത് ചെയ്യുന്നു, ലേബൽ ചെയ്യും അതിനകത്ത് എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തതെന്നുള്ള ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, എത്ര നാളത്തേക്ക് നിൽക്കും എന്നുള്ള എക്സ്പയറി ഡേറ്റ് ഒക്കെ ലേബല് നമ്മള് പാക്സിൽ നമ്മൾ ലേബൽ ചെയ്യും. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, ഇപ്പൊ പാക്ക് ചെയ്തു, അത് നന്നായിട്ട് സീൽ ചെയ്തു, ദ ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് പോകുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. Okay, after packing and sealing, the instruments are transferred for sterilization. Okay, notebook എടുത്തോ ട്ടോ, questions എഴുതാം നമുക്ക്. Okay. Okay, ready അല്ലേ? First question. First one. The process of transferring blood, from one person to another. The process of transferring blood from one person to another is called dash. The process of transferring blood from one person to another is called dash. Answer അറിയാവുന്നവര് ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ, TRANSFUSION, ട്രാൻസ്ഫ്യൂഷൻ. അറിയാവുന്നവര് ഒന്നുകൂടി നോക്കാം, അറിയില്ലാത്തവര് ഈ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കണം കേട്ടോ, പഠിച്ചു പോകണം. Process of transferring blood from one person to another is called transfusion. Next question. Which of the following are the task task of blood bank? Which of the following are the task of blood bank? Task of blood bank. Okay. Option വായിക്കാം, ഓപ്ഷൻ എഴുതണമെന്നില്ല. ബ്ലഡ് കളക്ഷൻ, ബി. ഓപ്ഷൻ ബിയില് ടെസ്റ്റിംഗ്, ഓപ്ഷൻ സിയില് സെപ്പറേഷൻ, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതിന്റെ ഓപ്ഷൻ കൂടി എഴുതിക്കോട്ടോ. ഓപ്ഷൻ ഡി എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എഴുതിക്കോ. ബ്ലഡ് കളക്ഷൻ, ഓപ്ഷൻ എ ബ്ലഡ് കളക്ഷൻ,
ഓപ്ഷൻ ബി ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി സെപ്പറേഷൻ, ഓപ്ഷൻ ഡി all of the above. Okay. All of the above. Third question, blood bank typically 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 should be blood bank typically should be situated on the dash floor. Okay, very good. Ground floor. Okay, blood bank typically should be situated in ground floor. Blood bank typically should be situated on the dash floor, the ground floor. Next question. Which of the following is not a function of blood bank? Which of the following is not a function of blood bank? Options എഴുതിക്കോട്ടോ. ഓപ്ഷൻസ് എഴുതാം. കോഷ്യസ്, ഓപ്ഷൻ എ ആണ് പറയുന്നത്. കോഷ്യസ് ഡെലിവറി and handling of blood components. Cautious delivery and handling of blood components. Blood component. Option B എഴുതാം. To supply sterilized materials. To supply sterilized materials. Option C എഴുതാം. Communication with the blood establishment. Communication with the blood establishment. ESTABLISHMENT. Blood establishment. Communication with the blood establishment. Option D, all of the above. Okay, very good. And B ആണ് ഇതിനകത്ത് ഫംഗ്ഷൻ അല്ലാത്തതാ ചോദിച്ചേക്കണം കേട്ടോ. To supply sterilized material. Very good. Next question. ഇതാ. Who comes under technical supervisor? Who comes under technical supervisor? Options എഴുതാം. Option A. Options ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആൻസർ പറഞ്ഞൂടെ. Okay. Who comes under technical supervisor? Option A എഴുതാം. Technician. Option B BTO. Option C തന്നേക്കുന്നത്
assistant technician, ഓപ്ഷൻ ഡിയിൽ തന്നേക്കുന്നത് PRO. ഓക്കെ, ആൻസർ ഏതാ? PRO. PRO. ഓക്കെ, കണ്ടോ? ക്ലർക്ക്, നഴ്സസ്, PRO. ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ട് ഇതെല്ലാം ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് ഏതാണെങ്കിലും കറക്റ്റ് ആണ്. ക്ലർക്സോ നഴ്സസോ PRO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. പിന്നെ നമ്മൾ ആ ബ്ലഡ് ബാങ്ക് പറഞ്ഞപ്പോഴേ രണ്ട് ഇതെന്ന് വെച്ചാൽ അത് രണ്ടും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന, ഏറ്റവും കുറവായി കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. അതും കൂടി ഒന്ന് എഴുതിക്കോ. വിച്ച് ഈസ് ദ ലീസ്റ്റ്, LEAST, വിച്ച് ഈസ് ദ ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ്? Which is the least common blood group? ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ്. അതൊന്ന് എഴുതിക്കോട്ടോ. AB നെഗറ്റീവ്. Which is the least common blood group? AB നെഗറ്റീവ്. Okay. Next question എഴുതിക്കോ. Which is the most common blood group? Which is the most common blood group? ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന O പോസിറ്റീവ്. അത് രണ്ടും കൂടി ഒന്ന് നോട്ട് ചെയ്തേരെ. O പോസിറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash cells help in fighting infection and help the immune process. Dash cells help in fighting infection and help the immune process. ഇതാണ് WBC. അത് ഇനി ഞാനിപ്പോ ഒരെണ്ണാട്ടോ ഇനി തന്നോളൂ. 4 ഞാൻ ഇനിയിപ്പോ തരുന്നില്ല. അത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞതാണ് ക്ലാസ് എടുത്തപ്പോ. അതിന് ഒരെണ്ണം വിട്ടിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും തരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. What is the scientific name of WBC? What is the scientific name of WBC? White blood cells. Scientific name ഏതാ? Leukocytes. Answer എഴുതിക്കോ. Leukocytes. LEUKOCYTES. Leukocyte. Scientific name of WBC. Next. Next question എഴുതിക്കോ. Antigen, ANTIGEN, antigen present in A group is dash. Antigen present in A group, group A is dash. ഏതാണ് ആന്റിജൻ? A. ഓരോ ഗ്രൂപ്പിനും സെയിം. ഗ്രൂപ്പ് A ആണെങ്കിൽ ആന്റിജൻ A. ആന്റിജൻ A പ്രസൻസിലുള്ളതാണ് A ഗ്രൂപ്പ് എന്ന് പറയുന്നത്. B ആണെങ്കിൽ B ഗ്രൂപ്പ്. 2 ആന്റിജനും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ.
Next question. Dash is an inflammation. Dash is an inflammation. Dash is an inflammation of the liver. Dash is an inflammation of the liver. Options തരാം. Okay. ഓപ്ഷൻസ് വേണ്ടാന്ന് പറയുന്നത് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ്, ഹീമോഫീലിയ, ഓപ്ഷൻ എഴുതണ്ട, കറക്റ്റ് എഴുതിയാൽ മതി. ലുക്കീമിയ, മയോകാർഡിറ്റൈസ്. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് ആണ്. Is the inflammation of liver, hepatitis. HEPATITIS, hepatitis. HEPATITIS. Next question. Which blood group is known as universal donor? Which blood group is known as universal donor? O. Okay, very good. O group. The group O. O group ആണ് universal donor എന്ന് പറയുന്നത്. Okay, very good. O. Next question. Which blood type is known as universal donor? Which blood type is known as universal donor? ഇതാണ് O negative. O negative. O negative. O negative. Next question. The study of blood is called dash. The study of blood is called dash. Hematology. 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 Okay. Next question. Syphilis is an infectious dash disease. Syphilis is an infectious dash disease. Syphilis എന്ന് പറഞ്ഞ ഇതാണ് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ. സിഫിലിസ് എന്ന് പറഞ്ഞ പ്രവീണ പഠിച്ചില്ലേ സിഫിലിസ് എന്ന് പറഞ്ഞത്? നോക്കി ഇവിടെ. ഓക്കെ, വെരി ഗുഡ്. ബാക്ടീരിയൽ സിഫിലിസ്, SYPHILIS. നമ്മളിതിന്റെ ലാസ്റ്റ് നോക്കിയേ, ഞാനിവിടെ ട്രിപ്പോനിമ പാലിഡം, സിഫിലസ്, പറങ്കിപ്പുണ്ണ് എന്ന് പറഞ്ഞു. സിഫിലസ്, SYPHILIS. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സിഫിലസ്. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയൽ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസും HIV ഒക്കെ വൈറൽ ഡിസീസ് ആണ്, വൈറസ് ഉണ്ടാക്കുന്നതാണ്. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്, ഡിസീസ് ആണ് സിഫിലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following
situations, which of the following situations that require blood transfusion? Which of the following situations that require blood transfusion? Blood transfusion ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻ എയില് ലുക്കീമിയ, LEUKAEMIA, ലുക്കീമിയ. ഓപ്ഷൻ ബിയില് liver problems. Option C la blood disorders. Option D, all of the above. Okay, very good. All of the above. Last, next എഴുതിക്കോ. Which of the following is correct? Which of the following is correct relating to the job responsibilities of a blood bank manager? Which of the following is correct relating to the job responsibilities of a blood bank manager? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയത് ഏത്? ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻ എ ഓപ്ഷൻ എഴുതാം. കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നേ. ഹെൽപ്സ് ഓപ്ഷൻ എയിൽ എഴുതാം. ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് and implementation 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 of the discharge plans Option B എഴുതാം. Inventory management, inventory management of supplies, and consumables, CONSUMABLES, consumables. Inventory management of supplies and consumables. Okay. Next option C. Displaying
The sterilization process. Displaying the sterilization process. Displaying the sterilization process. Process. Option D എഴുതാം. Responsible for developing center programs. Okay, very good. Option D ആണ് സെൻട്രൽ പ്രോഗ്രാംസുകൾ സച്ച് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെൻട്രൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നെടുത്തതൊന്ന് നോക്കി നിങ്ങള്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാനുള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. 3 CSSTയിലെ ഫങ്ഷണൽ ഏരിയാസിൽ ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് 3 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് സ്റ്റെറിലൈസേഷൻ, 4ാമത്തെ സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. സ്റ്റെറിലൈസേഷൻ ഏരിയ ജസ്റ്റ് അതിന്റെ ഓട്ടോക്ലേവിന്റെ ഇത് ഒന്ന് മാത്രം ഞാൻ പറയാം. അപ്പോ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. സിഫിലസ് എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഏരിയ. അപ്പൊ അതിനകത്ത് സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടക്കുന്നത്. ഒന്നില്ലെങ്കിൽ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താം. സ്റ്റീം വഴി ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താം. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of 2 methods in CSST. സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാം, നമുക്ക് കിട്ടുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്താം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താം. അതില് നമ്മൾ ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും, 3ാമത്തെ ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും, അത് രണ്ടും സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റീം വഴിയാണ് അതില് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എന്നാൽ ഈ ബി എന്ന് പറഞ്ഞ എഥിലീൻ ഓക്സൈഡ് മിഷനീറ്റീവോ അത് ഗ്യാസ് ആണ്. കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അതില് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളിത് താഴെ കുറച്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓട്ടോക്ലേവ് ഉണ്ടോ, അതെന്ന് പറഞ്ഞാൽ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് പല ടൈപ്പ് ഉണ്ട്. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്സ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ്സ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ്സ് ഒക്കെ ഉണ്ട്. അതില് നമ്മള് സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ശരിക്കും എന്താ, ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നതാണ്. എന്തിനാ ഓട്ടോക്ലേവ്സ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ് ടു സ്റ്റെറിലൈസ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ഒരു പേഷ്യന്റിന് ആ സർജറി ഒക്കെ ചെയ്ത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കഴുകി കഴിഞ്ഞാലും അതിലൊക്കെ ചില ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിമുക്തമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക. അപ്പൊ അതിനകത്ത് ഓട്ടോക്ലേവ് പറഞ്ഞു. ഓട്ടോക്ലേവില് നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോൾ ഹീറ്റ് വഴിയാണ്, അത് സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോക്ലേവില് ഇങ്ങനെ സിമ്പിൾ ഓട്ടോക്ലേവ് ആയിട്ടാ. അതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വെള്ളം എടുത്ത് നമ്മളത് ഹീറ്റ് ചെയ്യുമ്പോ എന്തായി, ഹീറ്റ് ചെയ്യുമ്പോൾ അത് വേപ്പറായി.
ഈ പേപ്പറിന് അവിടെ പുറത്ത് കുക്കർ പോലെ നമ്മുടെ പേപ്പറിന് അവിടെ പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ഈ 100 ഡിഗ്രിയിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി അതറിയാം. അപ്പൊ വേപ്പർ പ്രഷർ നോക്കിയേ 100 ഡിഗ്രിനേക്കാളും കൂടുതൽ വരികയാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ 100 ഡിഗ്രിയാണ്. അപ്പൊ സ്റ്റീം ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ 100 ഡിഗ്രിയിലും കൂടുതൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആവുന്നു. അതാണ് സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ, ഓട്ടോക്ലേവിന്റെ ഇതിനകത്ത് ടെമ്പറേച്ചർ എത്ര 100 ഡിഗ്രിയിലേക്കും കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 100 ഡിഗ്രിയിലേക്കായും മുകളില് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പ്രിൻസിപ്പിൾ എന്താ? വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതാണ് ശരിക്കും ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതൽ, കുറച്ചും കൂടി കൂടുതലായിട്ട് 100 ഡിഗ്രിയിലും മുകളിലാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 121 ഡിഗ്രി സെന്റിഗ്രേഡിൽ ആണ് ഇത് സ്റ്റീം ചെയ്യുന്നതെന്ന്. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോ ഈ ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവില്. അതിന്റെ ടെമ്പറേച്ചർ എത്രയാ? 100 ഡിഗ്രിനേക്കാൾ കൂടുതലാണ്. 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സ്റ്റീം ചെയ്തിട്ടാണ് അത് അണുവിമുക്തമാക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓട്ടോക്ലേവ് മാത്രം എന്താണെന്നുള്ളത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ ആകെ പറഞ്ഞോളൂ. വളരെ കുറച്ചേ എടുത്തോളൂ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ്, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളവിടെ ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, കുറച്ചേ ഉള്ളൂ, അത് നോക്കാം. ഒന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.